ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും പാകിസ്ഥാന്റെ ഈ തീവ്രവാദത്തെ ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ മറ്റൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിൽ ചൈനയുടെ നൂതന PL-15 ദീർഘദൂര എയർ ടു എയർ മിസൈൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ ഡ്യുവൽ റാക്കുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന PL-15 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ച ഏറ്റവും പുതിയ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മിസൈലിന്റെ തന്നെ ഒരു കയറ്റുമതി വേരിയന്റ് ആണ് PL-15E. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചൈന ഉപയോഗിക്കുന്ന PL-15 മിസൈലുകളാണ്, അതായത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന്റെ ആഭ്യന്തര സ്റ്റോക്കുകളിൽ നിന്ന് ഇതിപ്പോൾ ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്നു എന്ന അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. റിപ്പോർട്ടുകൾ കൃത്യമാണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഈ നിർണായക ഘട്ടത്തിൽ ചൈന ഇപ്പോൾ പാകിസ്ഥാന് ഈ ആയുധങ്ങൾ കൈമാറിയിരിക്കുന്നത് ചൈന പിന്നിൽ നിന്ന് ഇന്ത്യക്കെതിരെയുള്ള ഒരു കളിയാണ് ഇവിടെ നടത്തുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാന് ഈ മിസൈൽ സ്വന്തമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ PAF-ന്റെ യുദ്ധവിമാനങ്ങൾക്ക് IAF-ന്റെ വിമാനങ്ങളെ അങ്ങേയറ്റത്തെ ദൂരങ്ങളിൽ നിന്ന് നേരിടാൻ സാധിക്കും. അതായത് ഈ നൂതനമായ PL-15 മിസൈലുകൾക്ക് ദീർഘദൂര പരിധി കാരണം PAF-ന് ഇതൊരു തന്ത്രപരമായ നേട്ടമാണ് നൽകുന്നത്. ചൈനയുടെ വ്യോമ പോരാട്ട പദ്ധതികളുടെ കാതലാണ് ഈ PL-15 മിസൈൽ. കഴിഞ്ഞ വർഷം ചൈന നടത്തിയിരുന്ന സുഹായ് എയർ ഷോയിൽ ഈ നൂതന എയർ ടു എയർ മിസൈൽ പ്രദർശിപ്പിച്ചിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈനീസ് എയറോസ്പേസ് കമ്പനിയായ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന വികസിപ്പിച്ചെടുത്തതാണ് ഈ PL-15. ഇതൊരു റഡാർ ഗൈഡഡ് ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ആണ്. ഇതൊരു ഡ്യുവൽ പൾസ്ഡ് സോളിഡ് പ്രൊപ്പൽഡ് റോക്കറ്റ് ഉപയോഗിക്കുന്നു. കൂടാതെ ഒരു AECA റഡാറും ഇതിലുണ്ട്. AECA റഡാർ ഒരു 2-വേ ഡേറ്റ ലിങ്കുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് കൃത്യമായ ടാർഗറ്റിംഗും മിഡ് കോഴ്സ് തിരുത്തലുകളും പ്രാപ്തമാക്കുന്നു. ഇത് വളരെ വൈവിധ്യമാർന്ന ഒരു ആയുധമാക്കി ഇതിനെ മാറ്റുന്നു. ചൈന അവകാശപ്പെടുന്ന ഇതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് 200 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഇതിന് മാക് 5 എന്ന പരമാവധി വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും. J-20, J-10C, J-15, J-16, J-11B, JF-17 ബ്ലോക്ക് 3 എന്നിവയിൽ നിന്ന് ഈ മിസൈൽ ഉപയോഗിക്കാനും സാധിക്കും. ഇതിന്റെ കയറ്റുമതി വകഭേദമാണ് PL-15E. ഇതിന് ഏകദേശം 145 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനത്തിൽ കണ്ട മിസൈൽ എന്ന് പറയുന്നത് ഈ PL-15E അല്ല. ഇത് ചൈന ഉപയോഗിക്കുന്ന ചൈനയുടെ വകഭേദമായ സ്റ്റാൻഡേർഡ് മിസൈലായ PL-15 ആണ്. ചൈനയുടെ ഈ മിസൈൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ മാക് 4 വേഗത കൈവരിക്കാൻ കഴിയുന്ന AIM-120D AMRAAM-ന് വേണ്ടി ചൈന വികസിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ വേഗതയിലും ദൂരതയിലും ചൈനയുടെ ഈ PL-15 അമേരിക്കയുടെ ഈ മിസൈലിനെ മറികടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ റാംജെറ്റ് പ്രൊപ്പൽഷനും വലിയ നോ എസ്കേപ്പ് സോണിനും പേരുകെട്ട യൂറോപ്പിന്റെ MBDA മെറ്റിയറുമായിട്ട് ഈ മിസൈലിനെ താരതമ്യപ്പെടുത്താവുന്നതുമാണ്. ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമായ റാഫേലിന് മിറ്റിയോർ, മൈക്ക എന്നീ ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ കഴിയും. വിക്ഷേപണ പ്ലാറ്റ്ഫോം, ഉയരം, ലക്ഷ്യ ചലനാത്മകത എന്നിവയെ ആശ്രയിച്ച് മെറ്റിയോറിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 100 മുതൽ 200 കിലോമീറ്റർ ആണ്. ഇതിന് മാക് 4 വേഗതയിൽ കൂടുതൽ കൈവരിക്കാനും കഴിയും. അതായത് ചൈന ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ചൈന പാകിസ്ഥാന് കൈമാറിയിരിക്കുന്ന PL-15ന്റെ കയറ്റുമതി വകഭേദമായ PL-15E മെറ്റിയോറിനോട് താരതമ്യപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് PL-15 മെറ്റിയോറിനേക്കാൾ ദൈർഘ്യമേറിയ ശ്രേണിയുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അതുപോലെ മെറ്റിയോറിന്റെ വേഗത മാക് 4 ആണ്. എന്നാൽ ഇപ്പോൾ ഈ PL-15ന്റെ വേഗത എന്ന് പറയുന്നത് മാക് 5-ൽ കൂടുതലാണ്. എന്നാൽ ഇവിടെ മെറ്റിയോറിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അതിന്റെ റാംജെറ്റ് എഞ്ചിൻ. അതായത് മെറ്റിയോറിൽ ഉള്ളത് റാംജെറ്റ് എഞ്ചിനാണ്. ഈ മിസൈൽ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ, അതായത് ടെർമിനൽ ഘട്ടം ഉൾപ്പെടെ അതിന്റെ പറക്കലിലുടനീളം ഇതിന് ഉയർന്ന വേഗത നിലനിർത്താൻ സാധിക്കും. ഇതിന് വിപരീതമായി PL-15ല് ഒരു ഡ്യുവൽ പൾസ് സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോളിഡ് പ്രൊപ്പലന്റ് മിസൈലുകൾ ഒരു ചെറിയ സമയം കഴിയുമ്പോൾ കത്തിത്തീരും. പക്ഷെ അവയുടെ ബേൺ ഔട്ട് വേഗത ഒരു റാംജെറ്റ് സസ്റ്റൈനർ ഉപയോഗിക്കുന്ന മിസൈലിനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും. അതിനാൽ PL-15 മാക് 5 കവിയുന്ന പീക്ക് വേഗത കൈവരിക്കാൻ കഴിയും എങ്കിലും അതിന്റെ പറക്കലിലുടനീളം ഈ വേഗത നിലനിർത്താൻ ഇതിന് കഴിയില്ല. അതുപോലെ തന്നെ മെറ്റിയോറിന്റെ ഡേറ്റ ലിങ്കിന് 2-വേ ശേഷിയുണ്ട്. അതിനാൽ പൈലറ്റിന് മിസൈൽ പറന്നുയരുമ്പോൾ തന്നെ വീണ്ടും ലക്ഷ്യം വയ്ക്കാൻ സാധിക്കും. മിസൈലിന്റെ ഇന്ധനം, ഊർജം, ട്രാക്കിംഗ് അവസ്ഥ എന്നിവ തത്സമയം കാണാനും പൈലറ്റിന് കഴിയും. ഈ മെറ്റിയോറും PL-15ഉം ഒരേപോലെ സമാനമായി മാരകമായി തോന്നും എങ്കിലും ലൈവ് ഫയർ ഡ്രില്ലുകൾ ഉൾപ്പെടെ മെറ്റിയോർ കൂടുതൽ വിപുലമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതായത് ഇന്ത്യ ഉപയോഗിക്കുന്ന മെറ്റിയോർ മിസൈലിന്റെ മുന്നിൽ ചൈന ഇപ്പോൾ പാകിസ്ഥാന് സമ്മാനിച്ചിരിക്കുന്ന ഈ PL-15 ഒന്നുമല്ല.
റാഫേൽ, ഗ്രിപ്പൻ, യൂറോഫൈറ്റർ ടൈഫൂൺ, F-35, ദക്ഷിണ കൊറിയയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന KF-21 പോലുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ പോലും ഈ മിസൈൽ സംയോജിപ്പിച്ചിരിക്കുന്നു എങ്കിൽ ഇത് മെറ്റിയോറിന്റെ കഴിവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ചൈനയുടെ ഈ PL-15 മിസൈലുകളുടെ ദീർഘദൂര സാധ്യത ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു തലവേദനയായിരിക്കും. എന്നാൽ അതിനും ഇന്ത്യയുടെ പക്കൽ പരിഹാരമുണ്ട്. കാരണം ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ റഷ്യയുടെ R-37M മിസൈലുകൾ ഇന്ത്യക്ക് വിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ R-37Mനെയും ചൈനയുടെ ഈ PL-15നെയും താരതമ്യം വെച്ച് നോക്കുകയാണെങ്കിൽ റഷ്യയുടെ ഈ R-37Mന് 300 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് എന്നും ഇതിന് മാക് 6 ഹൈപ്പർസോണിക് വേഗതയിലെത്താൻ കഴിയുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ മിസൈലുകളും യുദ്ധ പരീക്ഷണങ്ങളിൽ വിജയിച്ചിട്ടുമുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ R-37M വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ മിസൈലുകൾ ഉക്രൈൻ വ്യോമസേനയ്ക്ക് പ്രധാന ഭീഷണിയായിരുന്നു. റഷ്യയുടെ MiG-31 വിമാനങ്ങൾ നിരവധി ഉക്രൈനിയൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുമുണ്ട്. പ്രധാനമായും ദീർഘദൂര R-37M ഉപയോഗിച്ചാണ് റഷ്യ ഇത് ചെയ്തത്. ഈ മാസം ആദ്യം റഷ്യ വെടിവെച്ചിട്ട ഉക്രൈൻ F-16ഉം ഒരു R-37M മിസൈൽ ഉപയോഗിച്ചാണ് തകർത്തത്. ഇതിന് ശ്രദ്ധേയമായത് ഇത് സുഖോയ്-30 SM-2 യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ആശ്രയമാണ് സുഖോയ്-30. ഇന്ത്യയിൽ ഇതിനകം തന്നെ 260-ലധികം സുഖോയ്-30 MKI ഉണ്ട്. കഴിഞ്ഞ വർഷം അവസാനം 12 സുഖോയ്-30 MKI വിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കൂടി വാങ്ങുന്നതിനായി HAL 13,500 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചത്. ഇതുകൂടാതെ ഇന്ത്യ തങ്ങളുടെ സുഖോയ്-30 MKI ഫ്ലീറ്റിനെ ഏറ്റവും പുതിയ വേരിയന്റായ സുഖോയ്-30 SM-2ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. 63,000 കോടി രൂപയുടെ ഇടപാടിലൂടെ 84 സുഖോയ്-30 MKIകൾ വരെ ഈ SM-2 വേരിയന്റ് തരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. കൂടാതെ റഷ്യയും തങ്ങളുടെ R-37M മിസൈലുകൾ ഇന്ത്യക്ക് വിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എയ്റോ ഇന്ത്യ 2025 റഷ്യ തങ്ങളുടെ നൂതന ദീർഘദൂര എയർ ടു എയർ ഗൈഡഡ് മിസൈൽ ഇന്ത്യക്ക് വിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തിയിരുന്നു. റാഫേൽ യുദ്ധവിമാനങ്ങൾ R-37M സംയോജിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇന്ത്യൻ പോരാളികൾക്ക് എതിരാളികളെ ഫലപ്രദമായി നേരിടാനും വ്യോമ പോരാട്ടത്തിൽ തന്ത്രപരമായ നേട്ടം നിലനിർത്താനും കഴിയുമെന്ന് ഉറപ്പാക്കാൻ R-37Mന്റെ ആഭ്യന്തര ഉൽപാദനം പരിഗണിക്കണമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുമുണ്ട്. 2019 ബാലാക്കോട്ട് വ്യോമാക്രമണം. ഈ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ F-16 യുദ്ധവിമാനവും അമ്ര മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയുടെ ഒരു MiG-21 ബൈസൺ വിമാനം വെടിവെച്ചു വീഴ്ത്തി. ആ പോരാട്ടത്തിനിടെ ഇന്ത്യയുടെ ആയുധപ്പുരയിൽ ദീർഘദൂര മിസൈലുകളുടെ അഭാവം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ദോഷകരമായി മാറി. അതിനുശേഷമാണ് മെറ്റിയോർ മിസൈലുകൾ ഘടിപ്പിച്ച റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ കൂട്ടിച്ചേർത്തത്. Su-30 MKI യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിച്ച R-77 BVR മിസൈലുകളും ഇന്ത്യ ഓർഡർ ചെയ്തു. ഈ രണ്ട് മിസൈലുകൾക്കും ഏകദേശം 100 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. എന്നാൽ ഈ PL-15ന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദൂരപരിധി എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആണ്. ഇവിടെയാണ് ഇന്ത്യക്ക് റഷ്യയുടെ R-37M മിസൈലുകൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യകത എത്തുന്നത്. ഈ മിസൈലുകളെ ഇന്ത്യയുടെ നിലവിലുള്ള സുഖോയ്-30 MKയുമായി സംയോജിപ്പിക്കുകയോ ഈ യുദ്ധവിമാനങ്ങളെ സുഖോയ്-30 SM-2 വകഭേദങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്യുന്നത് ഇന്ത്യക്ക് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം, ചൈനയുടെ ഈ PL-15നെ പോലും മറികടക്കുന്ന മറ്റൊരു മിസൈൽ, ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ, ഇന്ത്യയുടെ സ്വന്തം മിസൈൽ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കൂടുതൽ വാർത്തകൾ പുറത്തു പോകരുത് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവിനെ ബഹുമാനിച്ചുകൊണ്ട് ആ മിസൈലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇന്ത്യയുടെ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മിസൈൽ ചൈനയുടെ ഈ PL-15നെ മറികടക്കുന്ന മിസൈലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ എയർ ടു എയർ മിസൈലുകൾ ഒന്നായി ഇത് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ ഇത് 350 കിലോമീറ്ററിലധികം ലക്ഷ്യത്തെയും 8 കിലോമീറ്റർ താഴ്ന്ന ഉയരത്തിലായിരിക്കുമ്പോൾ ഇത് 190 കിലോമീറ്ററിലധികം ലക്ഷ്യത്തിലും സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. നമ്മുടെ ഇന്ത്യയുടെ സുഖോയ്-30 MKI ജെറ്റുകളിലും ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസിലും ഈ മിസൈൽ വിന്യസിക്കുകയും ചെയ്യും. ഈ മിസൈൽ അണിയറയിൽ വികസനത്തിലാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ അടിയന്തര സാഹചര്യത്തിൽ ചൈനയുടെ ഈ PL-15നെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേന തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്ന ഈ PL-15 മിസൈൽ ഘടിപ്പിച്ച ഏറ്റവും പുതിയ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനം കാണിച്ചിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ പേടിപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ട് ഇന്ത്യ ഭയപ്പെടുമോ? ലോകരാജ്യങ്ങളുമായി നല്ല സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യക്ക് ഒരു അത്യാവശ്യ ഘട്ടം എത്തുകയാണെങ്കിൽ റഷ്യയുടെ R-37M മിസൈലുകൾ ഇന്ത്യയിൽ പറന്നെത്തും. ഇതിനകം തന്നെ റഷ്യ അത് ഇന്ത്യക്ക് ഓഫർ നൽകിയിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള PL-15 മിസൈലുകളെ നേരിടാൻ റഷ്യയുടെ 400 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള മാക് 6 ഹൈപ്പർസോണിക് വേഗതയിൽ എത്താൻ കഴിയുന്ന
R-37 മതിയാകും ഇന്ത്യക്ക്. അതുപോലെ തന്നെ ഈ നിർണായക നിമിഷത്തിൽ നിർണായക ആയുധ സംവിധാനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഉദ്യോഗസ്ഥ കാലതാമസമില്ലാതെ സഖ്യകക്ഷികൾക്ക് കൈമാറാനുമുള്ള ചൈനയുടെ ഒരു കഴിവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.